ഇസ്രയേലിനും അമേരിക്കക്കുമെതിരെ അതിശക്തമായ താക്കീതുമായി ഇറാൻ സൈന്യം. ഇനിയൊരു പ്രകോപനം കൂടെ ഉണ്ടായാൽ ടെല്ലവീവ് എന്ന നഗരം ഭൂപടത്തിൽ ഉണ്ടാവുകയില്ല. അമേരിക്കയുടെ സൈനിക താവളങ്ങളും ചാമ്പലാകും. ലോകത്തെ നെടുക്കുന്ന മുന്നറിയിപ്പുമായി ഇറാൻ സൈന്യം. യുദ്ധം വീണ്ടും തുടങ്ങിയാൽ ഇസ്രയേലിനെ കാത്തിരിക്കുന്നത് സർവനാശം. ഒപ്പം രാജ്യത്തിനകത്ത് പിടിയിലായത് 2000-ഓളം ചാരന്മാർ. പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധകാഹളം മുഴങ്ങുന്നു. ഇസ്രയേലിനും അമേരിക്കക്കുമെതിരെ അതിരൂക്ഷമായ ഭാഷയിലാണ് ഇറാൻ സൈന്യം ഭീഷണി മുഴക്കിയിരിക്കുന്നത്. അമേരിക്കയോ ഇസ്രയേലോ വീണ്ടും യുദ്ധത്തിന് മുതിർന്നാൽ ഇത്തവണ പ്രത്യാഘാതം ഭീകരമായിരിക്കും. ടെല്ലവീവിനെയും മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെയും ഭൂപടത്തിൽ നിന്ന് തന്നെ മായ്ച്ചു കളയും. ഇതാണ് ഇറാന്റെ മുന്നറിയിപ്പ്. യാതൊരു കാലതാമസവും കൂടാതെ തിരിച്ചടിക്കുമെന്നും ഇറാൻ സൈന്യം വ്യക്തമാക്കി. ഇസ്രയേലിന്റെ ഏത് നീക്കത്തെയും നേരിടാൻ രാജ്യം പൂർണ്ണ സജ്ജമാണെന്നാണ് ഈ പ്രസ്താവന വ്യക്തമാക്കുന്നത്. ഇതിനിടെ ഇറാന്റെ ആഭ്യന്തര സുരക്ഷാ വിഭാഗം വമ്പൻ നേട്ടമാണ് കൈവരിച്ചിരിക്കുന്നത്. വർഷങ്ങളായി വിദേശ ശക്തികൾ പണം മുടക്കി വളർത്തിക്കൊണ്ടുവന്ന വലിയൊരു ചാര ശൃംഖലയാണ് ഇറാൻ തകർത്തത്. ഇറാൻ ആംഡ് ഫോഴ്സ് ജനറൽ ഡെപ്യൂട്ടി ബ്രിഗേഡ് ജനറലാണ് ഈ കാര്യം വെളിപ്പെടുത്തിയത്. ഏകദേശം 2000-ഓളം ചാരന്മാരെയാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കിടെ ഇറാൻ പിടികൂടിയത്. ഇവരെ പരിശീലിപ്പിക്കാനും വിന്യസിക്കാനും ശത്രു രാജ്യങ്ങൾ വലിയ നിക്ഷേപം നടത്തിയിരുന്നു. ഇനി ഇത്തരം ഒരു ശൃംഖല ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് വർഷങ്ങൾ വേണ്ടിവരുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം UN സുരക്ഷാ സമിതിയിൽ പാശ്ചാത്യ ശക്തികൾക്കെതിരെ റഷ്യയും ചൈനയും ഇറാനെ ശക്തമായി പിന്തുണച്ചു. ഇറാനുമായുള്ള ആണവ കരാർ അവസാനിച്ചെന്നും ഇനി ഇതിന്റെ പേരിൽ UN യോഗങ്ങൾ ചേരേണ്ടതില്ലെന്നും ഇരു രാജ്യങ്ങളും നിലപാടെടുത്തു. അമേരിക്ക ആഗ്രഹിക്കുന്നത് നീതിയുക്തമായ ചർച്ചയല്ല, മറിച്ച് ഭീഷണിയാണ് എന്ന് ഇറാൻ UN പ്രതിനിധിയും തുറന്നടിച്ചു. ഇതിനിടെ ടെഹ്റാനിൽ നിന്നും മഷ്ഹദിലേക്ക് പോയ വിമാനം റാഞ്ചാനുള്ള ശ്രമം ഇറാൻ റവല്യൂഷണറി ഗാർഡ് പരാജയപ്പെടുത്തി. വിമാനത്തിലെ സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ തോക്ക് തട്ടിയെടുക്കാൻ ശ്രമിച്ച ആക്രമിയെ കീഴ്പ്പെടുത്തി വിമാനം സുരക്ഷിതമായി നിലത്തിറക്കി. ബോംബ് ഭീഷണികളും ഈ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നതായും സൈന്യം അറിയിച്ചു. ചുരുക്കത്തിൽ സൈനികമായും തന്ത്രപരമായും ഇസ്രയേലിനും അമേരിക്കക്കുമെതിരെ കടുത്ത നിലപാടുകളുമായാണ് ഇറാൻ മുന്നോട്ട് പോകുന്നത്. 2000 ചാരന്മാരെ പിടികൂടിയതും വിമാന അട്ടിമറി ശ്രമം തടഞ്ഞതും ഇറാന്റെ ആഭ്യന്തര സുരക്ഷ മികവായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.